ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു? നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇത് ചിലമ്പി മരം, കുറച്ച് ചിലമ്പിക്കേ ഉള്ളൂ. തൊണ്ട ശരിയില്ല ഗൈസ്, എൻ്റെ സൗണ്ടില്ല. കുറച്ച് ചിലമ്പിക്കേ ഉണ്ടായിട്ടുള്ളൂ ഇപ്രാവശ്യം. നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതിന് നമ്മുടെ നാട്ടിൽ ചിലമ്പിക്കാന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുക? നമ്മളിത് അച്ചാറാക്കും, പിന്നെ മീൻകറി വെക്കും, അതിനകത്തിടാം, ഉപ്പിലിട്ട് വെക്കാം, പിന്നെ പാത്രം കഴുകാൻ നല്ല ലിക്വിഡാക്കാം. അങ്ങനെ എന്തെല്ലാം ഉപകാരങ്ങൾ ഇതിനെക്കൊണ്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ലിക്വിഡാക്കി നോക്കാം. ഇതാണ് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ട് എന്ന് പറയുന്ന സ്ഥലം. മനോഹരമായ സ്ഥലമാണ് പാലക്കയം തട്ട്. ഒരു വലിയ കുന്ന് കയറി മുകളിലെത്തി. കുറേ മഞ്ഞും മലയും പാറയും ഇത് മാത്രമേ കാണാനുള്ളൂ. ആടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കും. കാണുന്ന സ്ഥലത്ത് പറ്റി മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ കുറേ വീടെല്ലാം കാണാൻ പറ്റും. നിങ്ങൾ പാലക്കയം തട്ടിൽ വന്നിട്ടുണ്ടോ? ചെറിയൊരു ഭാഗമേ ഉള്ളൂ കേട്ടോ. നല്ല കുന്നായതുകൊണ്ട് കയറിപ്പോകുമ്പോൾ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് ചെറിയൊരു ഭാഗം, കുറച്ച് സമയം പാറയും പുല്ലും. ഈ പുല്ലിന് നമ്മൾ നമ്പീശൻ പുല്ലെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇനെന്താ പറയുക? ഇതാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, നമ്പീശൻ പുല്ല്. കുന്നിറങ്ങുന്നത് നിങ്ങളിത് കണ്ടു നോക്കൂ ഗൈസ്. അടിപൊളി മനോഹരമായ പാലക്കയം തട്ട് സ്ഥലം. മൊത്തം പാറയും പുല്ലും വഴി മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. ഇതുവഴിയാണ് നമ്മൾ പോകുകയും വരികയും ചെയ്യാം. നിങ്ങൾ പാലക്കയം തട്ടിൽ വന്നിട്ടില്ലെങ്കിൽ പാലക്കയം തട്ടിൽ വരണം ഗൈസ്. കാണാൻ നല്ല മനോഹരം. അങ്ങോട്ടൊന്ന് ചെയ്താൽ പറമ്പിൽ കാടുകൾ ഉണ്ടാകുന്നത് കുറയും. നമുക്ക് ചോറ് വെക്കേണ്ട അരിയും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കാര്യമാണ്. നിങ്ങളുടെ നാട്ടിലെ കടക്കൃഷി ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് കണ്ടം കൃഷിയുണ്ട്, കടക്കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും താങ്ക് യു.